വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായ ശക്തമായ പ്രതിഷേധ സമരവുമായി LDF. കേന്ദ്രം പണം തന്നാലും ഇല്ലെങ്കിലും പുനരധിവാസം കേരളം നടപ്പാക്കുമെന്ന് തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചിന് ശേഷം നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള UDF MPമാർ സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ കണ്ടത് പുതിയ മാറ്റമാണെന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടാണ് കേരളത്തിന് കുറച്ചത് എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമുണ്ട്. നിങ്ങൾ വലിയ രീതിയിൽ മുന്നേറിയിരിക്കുകയാണ്. കേരളത്തിന് പണം തരില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓശാരത്തിനൊന്നും ചോദിക്കുന്നതല്ല, യാചിക്കുന്നൊന്നുമല്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അധികാരങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് അവകാശങ്ങൾ നമുക്ക് നൽകേണ്ടത്, കേരളത്തിന് നൽകേണ്ടത് തരുന്നില്ല എന്ന പരാതിയാണ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. വേറെയല്ല. എത്ര ആയിരം കോടിയാണ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരുന്നത്. എറണാകുളം BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം സംസ്ഥാനത്തോട് വലിയ അവഗണനയാണ് കാണിക്കുന്നതെന്ന് CPIM സംസ്ഥാന സമിതി അംഗം S സതീഷ് പറഞ്ഞു. നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിലെ ദുരന്തം എന്നുള്ളത് നമുക്കറിയാം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ വരികയുണ്ടായി. അദ്ദേഹം ഉൾപ്പെടെ ഇതിനെ സഹകരിക്കും, ഇതിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകും, പണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്നെല്ലാം മലയാള നാട്ടിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ട് പോയതാണ്. എന്നിട്ടിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപന രീതി എന്താണ്? വളരെ വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നു. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ നടന്ന LDF പ്രതിഷേധ സമരം LJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു. ഉടനടി കേന്ദ്രത്തോടുള്ള അവഗണന അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി ഒരു സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ നൽകി കേരളത്തിൻ്റെ ആവശ്യം ഉടനടി പരിഹരിക്കണമെന്ന് ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വയനാട് എന്താ ഇന്ത്യയിലല്ലേ എന്ന തലക്കെട്ടോടെയുള്ള പ്രചാരണവും LDF നടത്തുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.